കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ വോട്ടർ പട്ടിക പരിശോധിക്കാൻ UDF. സംസ്ഥാനത്തും കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. നിലവിലെ വോട്ടർ പട്ടിക കർശനമായി പരിശോധിക്കണമെന്ന് താഴെത്തട്ടിലേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് UDF ആരോപിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഡെമോക്രസി ഡിസ്ട്രോയിഡ് എന്ന പേരിൽ തെളിവുകൾ നിരത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തിയത്. വോട്ട് ചോരി കേരളത്തിലും ഉണ്ടെന്നാണ് UDF പറയുന്നത്. മരിച്ചുപോയവർ പട്ടികയിലുണ്ട്. അങ്ങനെയുള്ള ചിലർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാറുമുണ്ട്. ഒരാൾക്ക് തന്നെ പലയിടങ്ങളിൽ വോട്ടുണ്ട്. ഇതെല്ലാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെളിയിച്ചതാണെന്നും UDF പറയുന്നു. രേഖകൾ സഹിതം അന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ശേഷമാണ് നടപടി ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരം വോട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള വോട്ടർ പട്ടികയും ഇപ്പോൾ പേര് ചേർത്തുകൊണ്ടിരിക്കുന്ന പുതിയതായി എത്തുന്ന വോട്ടർ പട്ടികയും വിശദമായി പരിശോധിക്കാനാണ് UDFന്റെ തീരുമാനം. ഘടകകക്ഷികൾക്കും കോൺഗ്രസ് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അണിനിരത്തി ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായി ഓരോ ആളുകളെയും എവിടൊക്കെയാണ് എന്തൊക്കെയാണ് അവർക്ക് എവിടൊക്കെ വോട്ട് വേണം അത് ഓരോ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ BJPയുടെ നേതൃത്വവും ആ കാര്യങ്ങൾക്ക് പ്രത്യേകം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവരും ഇത് തന്നെ പലയിടത്തും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 2019 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഇരട്ടിപ്പുണ്ടായിരുന്നതോ കള്ളവോട്ടുകളോ ആയി കണ്ടെത്തിയ 52,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നും UDF പറയുന്നു. 2024 ഇരട്ട വോട്ട് ആരോപണമുണ്ടായി. പരാതിയെ തുടർന്ന് 1426 ബൂത്തുകളിലാണ് വെബ്കാം സ്ട്രീമിംഗിന് കോടതി നിർദ്ദേശം നൽകിയത്. പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനും ഇത്തവണ UDF ആലോചിക്കുന്നുണ്ട്. ഡു ഓർ ഡൈ ഈ സാഹചര്യമാണ് UDFനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടേണ്ടത് അനിവാര്യവും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അത് നേതൃത്വത്തിലുള്ള വിശ്വാസം അണികൾക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുകൂടി കണ്ടാണ് ഈ മുൻകരുതൽ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.